അപ്പോൾ ഏത് സമയത്ത് ഏത് നിമിത്തം ഈ ജ്യോതിഷി കാണുന്നു, ശ്രദ്ധയപ്പെടുന്നു, അത് വെച്ചിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ ജ്യോതിഷം നോക്കാൻ അല്ലെങ്കിൽ പ്രശ്നം വെച്ച് നോക്കാൻ ഒരു പ്രത്യേക സമയമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസമോ ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ദിവസം നോക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞ് നമുക്ക് ജ്യോതിഷം നോക്കാൻ സാധിക്കുമോ എന്നൊക്കെ. അപ്പം ജ്യോതിഷത്തിൽ ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള GK മേനോൻ സർ, നമസ്കാരം. നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ആളുകളുടെ ഒരു സംശയം, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രശ്നമാർഗത്തിൽ പറയുന്നത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് വേണം പ്രശ്നം നോക്കാൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ആദ്യകാലങ്ങളിൽ നിഴലാണെന്നാണ് സമയം കുറിച്ചിട്ട് ലഗ്നസ്ഫുടവും ലഗ്നവും ഗ്രഹനിലയൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, ആധുനിക കാലഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച് സമയം കണ്ടെത്താൻ പറ്റിയാൽ അത് സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇന്ന് നമുക്ക് സമയം അറിയാൻ മറ്റു മാർഗങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജ്യോതിഷം നോക്കാമെന്നുള്ളതാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് വരുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പല സമയത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് രാത്രി ആയിരിക്കും വരാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളും അവർക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും പ്രശ്നം പറയാമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലായത്. അതാണ് എൻ്റെ ഗുരുപദേശവും. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ശനിയാഴ്ച നോക്കുമോ, അല്ലെങ്കിൽ ഇന്ന സമയം കഴിഞ്ഞിട്ട് 7 മണിക്ക് ശേഷം, രാത്രി 7 മണിക്ക് ശേഷം നോക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ആളുകളുടെ ഇടയിൽ പൊതുവായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയാറുണ്ട്, നല്ല വാരം നോക്കി, നല്ല നക്ഷത്രം നോക്കി, നല്ല തിഥി നോക്കി ജ്യോത്സ്യനെ കാണണമെന്നാണ് പറയണത്. ശരിക്കും അത് ജ്യോത്സ്യനെ കാണാൻ വരുന്ന ആൾക്കാരല്ല അറിയേണ്ടത്, ജ്യോത്സ്യനാണ് അറിയേണ്ടത്. ആ ദിവസങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ജ്യോത്സ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് പറയുന്നത്. ഏത് ആഴ്ചയിൽ നോക്കുന്നതിനോ വരുന്നതിനൊന്നും ഒരു ദോഷമൊന്നുമില്ല. അത് ആ സമയത്ത് നമുക്ക് നോക്കാം, പറയാം. അതിന് 7 മണി എന്നുള്ള സമയമൊന്നും പ്രശ്നമല്ല. നമുക്ക് ഇന്ന് വ്യക്തമായി വെളിച്ചമുണ്ട്. വെളിച്ചത്തിൻ്റെ കീഴിൽ നിന്ന് നമുക്ക് ഗണിതം ചെയ്യാനും പ്രശ്നം പറയാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് സമയം ഒരു വിഷയമല്ല ഈ കാലഘട്ടത്തിൽ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്ത് വേണേലും, ഈവൻ രാത്രി ആയാലും നമുക്ക് പ്രശ്നം വെച്ച് നോക്കാൻ സാധിക്കും. ജ്യോത്സ്യൻ ഫ്രഷായിരിക്കുന്ന സമയത്തും വരുന്ന ആളും ഫ്രഷായിരിക്കുക. ഫ്രഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി ഫിസിക്കലി നല്ല ഉത്സാഹത്തോടെ ഇരിക്കുന്ന സമയം ഏതാണോ ആ സമയത്ത് നമുക്ക് പ്രശ്നം വെച്ച് പറയാം എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നിബന്ധനകളോ സമയങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാലം അനുസരിച്ച് ഏത് ശാസ്ത്രവും പുരോഗമിക്കണമല്ലോ. കാലം അനുസരിച്ച് പുരോഗമിക്കാത്ത ശാസ്ത്രം ചവിട്ടുവട്ടയിലേക്ക് പോകുന്നതാണ് ഇതുവരെയുള്ള നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ജ്യോതിഷവും കാലാനുസൃതമായിട്ട് അതിൻ്റേതായ സൗകര്യങ്ങളും രീതികളും സ്വീകരിച്ച് മുന്നോട്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും പോവേണ്ടത്. എന്നാലാണ് അത് എല്ലാവർക്കും ഉപകാരപ്പെടുള്ളൂ. അപ്പം അതിന് സമയമോ ആഴ്ചയോ തിഥിയോ നക്ഷത്രമോ ഒന്നും വരുന്ന ആൾ നോക്കണ്ട. ആ ദിവസങ്ങൾക്കും ആ സമയത്തിനും ചില ഗുണദോഷങ്ങളുണ്ട്. അത് ജ്യോത്സ്യൻ മനസ്സിലാക്കി ആ പറയാനുള്ള ആളുടെ കാര്യത്തിൽ അതുകൂടി ചേർത്ത് കാര്യങ്ങൾ ഫലപ്രവചനം നടത്താം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ചില സമയത്ത് വരുമ്പോൾ ഈ നിമിത്തം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേക സമയം നമ്മൾ ഇന്ന സമയത്ത് വരുമ്പോൾ അത് നോക്കി പ്രശ്നമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ പണ്ടുള്ള ആൾക്കാരൊക്കെ. നിമിത്തം എന്ന് പറയുന്നത് ഈ ജ്യോതിഷിക്ക് ദൈവം കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ്. ആ നിമിത്തം വരുന്ന ആൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഈ ആൾ കയറി വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കാണുന്നോ ആ നിമിത്തം ജ്യോതിഷിയാണ് മനസ്സിലാക്കി ആ നിമിത്തം വെച്ചിട്ടാണ് അയാളുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വിഷയങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിലെനിക്കൊരു സമയത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ അയാളുടെ പ്രശ്നം നോക്കാനായിട്ട് കയറി വന്നു. അയാൾ വന്നപ്പോൾ തന്നെ സാറ് ചോദിച്ചു, വീട്ടിലെന്തോ മരണം നടന്നിട്ടുണ്ടല്ലേ? അയാളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മരണ ചടങ്ങ് കഴിഞ്ഞിട്ടാണല്ലോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് പറഞ്ഞു, ശരിയാണ്, അച്ഛൻ മരിച്ചതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. രാശി എടുത്തിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം പോയപ്പോൾ എൻ്റെ ഗുരുനാഥൻ ആമ്പലൂർ JP മേനോൻ സാറാണ് ഗുരുനാഥൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇതെങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, അവിടെ ഇങ്ങനെ തോരണങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ തോരണങ്ങൾ ഇങ്ങനെ കാറ്റത്ത് ആടണം കണ്ടപ്പോൾ സാറ് പറഞ്ഞു, കാരണം കൂടാതെ തോരണങ്ങൾ കാണുമെങ്കിൽ ആ തോരണം ഒരു മാരണമായിരുന്നു സാറിൻ്റെ അമ്മാവും പറഞ്ഞു കൊടുത്ത ഒരു നിമിത്തത്തിൻ്റെ
തെളിവുണ്ട്, അതുകൊണ്ടാണ് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് മുമ്പ് ആൾ വരുമ്പോഴും ആ തോരണം അവിടെ ഉണ്ടല്ലോ, അപ്പോൾ എന്താ പറയാന്ന് ചോദിച്ചു. അപ്പോൾ അത് കാറ്റത്താടിയില്ല, നമ്മൾ കണ്ടുമില്ല. അപ്പോൾ ഏത് സമയത്ത് ഏത് നിമിത്തം ഈ ജ്യോതിഷി കാണുന്നു, ശ്രദ്ധയപ്പെടുന്നു, അത് വെച്ചിട്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അത് വരുന്നവർ അറിയല്ല വേണ്ടത്, ജ്യോതിഷിയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നിമിത്തങ്ങളെ ശ്രദ്ധിക്കണം, നമുക്ക് ചുറ്റും കണ്ണുകൾ ഉണ്ടാവണം, നമ്മൾ സംസാരത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ആദ്യാക്ഷരങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മുമ്പിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാം, നമ്മുടെ മുമ്പിൽ ഒരു ടി.വിയോ ഫോണിലൂടെ കേൾക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു കാര്യം, നല്ലൊരു കാര്യത്തിന് വരുന്ന സമയത്ത് വേറെ ആൾ ഫോണിൽ വിളിച്ചിട്ട് സഞ്ചയനത്തിൻ്റെ മുഹൂർത്തമാണ് ചോദിക്കണമെങ്കിൽ അവിടെ നല്ല ഫലമായിരിക്കില്ല വന്ന ആൾക്ക് കിട്ടാൻ പോവുക. അപ്പോൾ അങ്ങനത്തെ നിമിത്തങ്ങൾ ഈശ്വരൻ ഉപാസിക്കുന്ന ജ്യോതിഷന്മാർക്ക് അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിമിത്തവും അതായത് ഈ ജ്യോതിഷം നോക്കുന്ന സമയം തമ്മിൽ വലിയ ബന്ധമില്ലെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. ഇല്ല, നമ്മൾ ഏത് സമയത്ത് ജ്യോതിഷം നോക്കാനിരിക്കണം ആ സമയത്ത് നമുക്ക് നിമിത്തം വന്ന് വീഴാണ് ചെയ്യുന്നത്. നിമിത്തം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നതോ ഉണ്ടാക്കുന്നതോ അല്ല, അത് ആ സമയത്ത് വന്ന് ഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ രാത്രി 7 മണിക്കാണ് ഒരു പ്രശ്നം നോക്കണമെങ്കിൽ ആ സമയത്ത് ഒരാൾക്ക് വിളിച്ച് എൻ്റെ കുട്ടി ജനിച്ചു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സാറേ എന്ന് ചോദിച്ചാൽ നല്ലൊരു നിമിത്തവും, വേറെ ആൾ വിളിച്ച് സഞ്ചയനത്തിൻ്റെ മുഹൂർത്തം ചോദിക്കുകയാണെങ്കിൽ അത് മോശം സമയവും. ആ 7 മണിക്ക് വേണമെങ്കിൽ ക്ലാസ് ഉടയാം, കാലത്ത് 6 മണിക്ക് ഉടയാം, ഏത് സമയത്ത് വേണമെങ്കിൽ. അപ്പോൾ ആ വ്യക്തി വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ദുർനിമിത്തങ്ങളും ശുഭനിമിത്തങ്ങളും നമുക്ക് ഇവരുടെ ഫലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ, അതിന് ജ്യോതിഷി ഊഹാപോഹ പടുവായിരിക്കണം എന്നാണ്. പ്രശ്നങ്ങളെ ഊഹിച്ച് മനസ്സിലാക്കി പറയാനുള്ള ഒരു കഴിവും കൂടെ ഈശ്വരാനുഗ്രഹവും ഗുരുത്വവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിമിത്തം അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഈ നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ഈ നോക്കാൻ വരുന്ന ആൾ പറയും, സാറേ ഇന്ന നിമിത്തം കണ്ടല്ലോ എന്ന് പറയും. ആ നിമിത്തത്തിനെ ജ്യോതിഷം സ്വീകരിക്കണം എന്നില്ല. ജ്യോതിഷിയുടെ ശ്രദ്ധയപ്പെടുന്നതോ ജ്യോതിഷിക്ക് തോന്നുന്നതോ ആണെങ്കിൽ മാത്രം ആ നിമിത്തം അവിടെ ഫലിക്കുള്ളൂ. നമ്മൾ രാശി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഇത് ചിത്തെ സ്ഫുരന്തു എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് സ്ഫുരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നതോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നിമിത്തങ്ങളോ ഇയാളെ ബാധിച്ചോളണമെന്നില്ല. അത് ജ്യോതിഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമേ ആ ജ്യോതിഷി അത് പറയുള്ളൂ, അപ്പോഴേ അതിന് ഫലത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സംശയം, അതായത് ജ്യോതിഷം നോക്കാൻ അല്ലെങ്കിൽ പ്രശ്നം വെക്കാൻ ഇന്ന സമയത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് പറ്റുള്ളൂ എന്നുള്ള എല്ലാവരുടെയും ഒരു സംശയം ഇപ്പം സാറിൻ്റെ ഈ വാക്കുകളിൽ കൂടെ തീർന്നു കിട്ടും എന്ന് വിചാരിക്കാം. നന്ദി സാർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.